ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന വരാൻ പോകുന്ന LDC LGS എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 150 ടോപ്പിക്സിന്റെ ഒരു സീരീസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സീരീസ് അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് ഒരു ഈവനിങ് സെഷൻ ക്ലാസ്. അത് കറണ്ട് അഫയേഴ്സ് SCRT ഒക്കെ മിക്സ് ആയിട്ടാണ് ആ ഒരു ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇതിപ്പം നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ കറണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. ഇപ്പൊ കമന്റ്സിൽ ഞാൻ കണ്ടു ക്വസ്റ്റ്യൻ പേപ്പറിന് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട്. ക്വസ്റ്റ്യൻ പേപ്പറിന് ക്ലാരിറ്റി ഇല്ലത് എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ അതാണ്. ഞാൻ PSC സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. അപ്പൊ അതിന് ആ ഒരു ക്ലാരിറ്റിയേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും എന്താണെങ്കിലും പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ ചിലരുടെ കമന്റ് ഉണ്ട് വോയിസ് ഓവർ ശരിയാവുന്നില്ലെന്ന്. മക്കളെ, എനിക്ക് ഉള്ള ലിമിറ്റഡ് സെറ്റപ്പ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ വേണ്ടവർ യൂസ് ചെയ്യുക, ബുദ്ധിമുട്ടുള്ളവർ അത് എനിക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളവർ അങ്ങ് സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 51 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ LDC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതിന്റെ 51 ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. 51ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കുക. 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് 3 പേരാണ് അർഹരായത്. ഇവരിൽ ഒരാളായ റോജർ പെൻറോസിന്റെ ഏത് കണ്ടുപിടുത്തമാണ് അദ്ദേഹത്തെ ഇതിന് അർഹനാക്കിയത്? ഓപ്ഷൻ എ, ആപേക്ഷിക സിദ്ധാന്തം തമോഗർത്തങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്നു എന്ന് തെളിയിച്ചതിന്. ഓപ്ഷൻ ബി, പ്രപഞ്ചമധ്യത്തിൽ നക്ഷത്രങ്ങളുടെ ഭ്രമണപഥങ്ങളെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ സൂപ്പർമാസീവ് എന്ന കൂറ്റൻ തമോഗർത്തങ്ങളെ തിരിച്ചറിഞ്ഞതിന്. ഓപ്ഷൻ സി, ലേസർ ഫിസിക്സിലെ കണ്ടുപിടുത്തത്തിന്. ഓപ്ഷൻ ഡി, ഇതൊന്നുമല്ല. നൊബേൽ പ്രൈസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എക്സാമിനേഷൻ എപ്പോഴാണോ അതിന്റെ അതിന് തൊട്ട് മുന്നേ ആയിട്ട് കൊടുത്ത നൊബേൽ പ്രൈസ് നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. പഠിക്കുമ്പം ആർക്ക് കിട്ടി എന്തിന് കിട്ടി എന്നല്ലാതെ അതിലുപരി ഏത് കണ്ടുപിടുത്തമാണ് അവരെ അവാർഡിലേക്ക് നയിച്ചത് എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കണം. നൊബേൽ പ്രൈസിന്റെ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ നൊബേൽ പ്രൈസിന്റെ ക്ലാസ് കാണുക. അപ്പൊ ഇതിലേതാണ് 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് 3 പേരാണ് അർഹരായത് എന്ന് നമ്മളോട് പറഞ്ഞു. ഇവരിൽ ഒരാളായ റോജർ പെൻറോസിന്റെ ഏത് കണ്ടുപിടുത്തമാണ് അദ്ദേഹത്തിന് അവാർഡിന് അർഹനാക്കിയത്? ഏതാണ്? ആപേക്ഷിക സിദ്ധാന്തം തമോഗർത്തങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്നുവെന്ന് തെളിയിച്ചതിന്. അപ്പൊ ഇതിനായിരുന്നു. നമുക്ക് ഇനി ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, കാരണം നമുക്ക് വേണ്ടത് എന്താണ്? 2024 നമ്മൾ എക്സാം എഴുതാൻ പോണേ. കഴിഞ്ഞ വർഷം കൊടുത്ത നൊബേൽ പ്രൈസ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇതങ്ങ് വിട്ടേക്കു കേട്ടോ, കറണ്ട് അഫയേഴ്സ് ഭാഗമാണ്. അടുത്തത്, കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിതയാര്? ഓപ്ഷൻ എ, കലാമണ്ഡലം പത്മാവതി. ഓപ്ഷൻ ബി, കലാമണ്ഡലം രേവതി. ഓപ്ഷൻ സി, കലാമണ്ഡലം പത്മ. ആൻഡ് ഓപ്ഷൻ ഡി, കലാമണ്ഡലം ദേവകി. കലാമണ്ഡലം ദേവകിയാണ് കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത. കലാസാഹിത്യ മേഖലകളിൽ പെടുത്തി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ. നെക്സ്റ്റ്, ലോക പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ 2021 ആഗസ്റ്റ് മാസം അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? അഗെയിൻ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. നമുക്കിപ്പോ ഈ 51, 52, 53 പറഞ്ഞതില് 52ാമത്തെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നോട്ട് ചെയ്ത് പോവുക. 51ഉം 53ഉം കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് ചോദിച്ചുകൊണ്ട് ഇനിയുള്ള എക്സാമിന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വേണ്ട. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ ആൻസർ എന്താ വരുന്നത്? ഡി ആണ്. ലോക പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ 2021 ആഗസ്റ്റ് മാസം അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 105 ആണ്. അടുത്തത്, താഴെ നൽകിയ പ്രസ്താവനകളിൽ ദ്രോണാചാര്യ അവാർഡിനെ സംബന്ധിച്ചത് തെറ്റായത് ഏത്? ഓപ്ഷൻ എ, ON നമ്പ്യാർക്ക് 1985 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. ബി, ക്രിക്കറ്റിൽ ആദ്യമായി ദ്രോണാചാര്യ ലഭിച്ചത് രമാകാന്ത് അച്രേക്കർക്കാണ്. സി, ആദ്യമായി ഫുട്ബോളിൽ ദ്രോണാചാര്യ ലഭിച്ചത് സയ്യിദ് നസീമുദ്ദീനാണ്. ഡി, ആദ്യമായി ഹോക്കിയിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നത് 2000 അപ്പൊ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചത് ദ്രോണാചാര്യ അവാർഡിനെ പറ്റി പറഞ്ഞ പ്രസ്താവനകളിൽ തെറ്റായതാണ് ചോദിച്ചത്. ON നമ്പ്യാർക്ക് 1985 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. ശരിയായ പ്രസ്താവനയാണ്. ആദ്യമായി ഫുട്ബോളിൽ ദ്രോണാചാര്യ ലഭിച്ചത് സയ്യിദ് നസീമുദ്ദീനാണ്. ശരിയായ പ്രസ്താവനയാണ്. ആദ്യമായി ഹോക്കിയിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നത് 2000 പ്രസ്താവന ശരിയാണ്.
ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് ഏതാണ്? ബി ആണ്. ക്രിക്കറ്റിൽ ആദ്യമായി ദ്രോണാചാര്യ ലഭിച്ചത് രമാകാന്ത് അച്രേക്കർക്കാണെന്നുള്ളതാണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത്. അപ്പൊ കലാകായികം സാഹിത്യത്തിൽ കായികവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാവുന്നതാണ്. നോട്ട് ചെയ്തേക്കുക. അടുത്തത് 55. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആരാണ്? ജി പത്മനാഭപിള്ള, മാത്യു എം കുഴിവേലി, ആർ ഈശ്വരപിള്ള, വെട്ടം മണി എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടു പഠിച്ചു വെക്കുക. ഏതാണ്? സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവാണ് സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി. ഇത് എഴുതിയത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് എഴുതിയത് ആരാണ്? ആർ ഈശ്വരപിള്ളയാണ് കേട്ടോ. ഈ മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആരാണ്? ഈശ്വരപിള്ള. അപ്പം ഓർത്തു വെച്ചേക്ക, ഈശ്വരപിള്ള, ആർ ഈശ്വരപിള്ള. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഏതാണ് കവി ONV കുറുപ്പിനെ സംബന്ധിച്ചതിൽ ശരിയല്ലാത്തത്? അപ്പൊ 55ാമത്തെ ക്വസ്റ്റ്യൻ കലാകായിക സാഹിത്യം സാഹിത്യവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാം. 56. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഏതാണ് കവി ONV കുറുപ്പിനെ സംബന്ധിച്ചതിൽ ശരിയല്ലാത്തത്? ഓപ്ഷൻ എ, അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് 2008 ഓപ്ഷൻ ബി, അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ചത് 1998 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചത് 2011 അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2007 നമുക്കറിയാം ONV കുറിപ്പിനെ പറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ ONV കുറിപ്പ്. അത് നമുക്ക് ജ്ഞാനപീഠം നേടിയ മലയാളികളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെടുത്തി കലാസാഹിത്യത്തിൽ വരുന്നതാണ്. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അവിടെ ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്, അതിൽ ബന്ധപ്പെടുത്തി പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പം ONV കുറിപ്പിന് 2007 എന്ത് കിട്ടിയത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ആദ്യത്തെ പ്രസ്താവന എന്താണ്? ഇദ്ദേഹത്തെ സംബന്ധിച്ചതിൽ ശരിയല്ലാത്തതാണ് ആൻസർ. അപ്പൊ ഇതാണ് 2007 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് അല്ലെ. 2007 ജ്ഞാനപീഠ പുരസ്കാരം 2010 കയ്യിൽ കിട്ടിയത്. 2007 ജ്ഞാനപീഠം അദ്ദേഹത്തിന് കിട്ടുക. ഇനി പത്മശ്രീ ലഭിച്ചത് 1998 ശരിയാണ്. പത്മവിഭൂഷൺ ലഭിക്കുകയോ 2011 ലഭിക്കുകയുണ്ടായി. എഴുത്തച്ഛൻ പുരസ്കാരം എന്നാണ് 2007 ലഭിക്കുകയുണ്ടായി. അപ്പൊ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ആദ്യത്തേതാണ് ശരിയല്ലാത്തത്. അടുത്ത നോക്കിയേ, 2021 ഏറ്റവും മികച്ച ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഫീച്ചർക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയ ഡോക്യുമെന്ററി. ഓസ്കാർ ഇമ്പോർട്ടന്റ് ആണ്, കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇപ്പൊ 2021 ഏറ്റവും മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഓസ്കാർ അവാർഡ് ഏതിനായിരുന്നു? മൈ ഒക്ടോപ്പസ് ടീച്ചർക്കായിരുന്നു. ഓക്കെ, മൈ ഒക്ടോപ്പസ് ടീച്ചർ എന്നുള്ളതിനായിരുന്നു ഓസ്കാർ ലഭിച്ചത്. 58ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയ പ്രസ്താവനകളിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത്. അഗൈൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. പുരുഷ ഹോക്കിയിൽ സ്വർണം നേടിയത് ബെൽജിയമാണ്. വനിതാ ഫുട്ബോളിൽ സ്വർണം നേടിയത് കാനഡയാണ്. പുരുഷ വോളിബോളിൽ സ്വർണം നേടിയത് അമേരിക്കയാണ്. വനിതാ ഹോക്കിയിൽ സ്വർണം നേടിയത് നെതർലൻഡ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ടോക്കിയോ ഒളിമ്പിക്സിനെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചത്. പുരുഷ വോളിബോളിൽ സ്വർണം നേടിയത് അമേരിക്കയാണ്. ഇത് അന്നത്തെ കറണ്ട് അഫെയർ ആണ് കേട്ടോ, നമുക്ക് ഇത്ര റെലവൻസ് ഇല്ല ഇപ്പം. 59 വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ഏത്? അപ്പം ഈ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകളിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനാ? വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ. അതാണ് സ്പൈഡർ. നിങ്ങൾക്ക് IT എന്ന് പറഞ്ഞൊരു ടോപ്പിക് കമ്പ്യൂട്ടർ വന്നിട്ടില്ലേ, അതിനകത്ത് IT സൈബർ ലോ ഉണ്ട്, അതുപോലെ തന്നെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഉൾപ്പെടുത്തി പഠിക്കേണ്ട ടോപ്പിക്കാണ്. നെക്സ്റ്റ്, സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട IT ആക്ട് 2000 സെക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഏതെങ്കിലും വ്യക്തിയുടെ സ്വകാര്യത ലംഘിക്കുന്ന സാഹചര്യത്തിൽ അയാളുടെ സമ്മതമില്ലാതെ ഏതെങ്കിലും വ്യക്തിയുടെ സ്വകാര്യ സ്ഥലത്തിന്റെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അത് 3 വർഷം വരെ തടവോ പിഴയോ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അങ്ങനെയൊക്കെ പിഴയൊക്കെ നൽകണമെന്ന് പ്രസ്താവിക്കുന്ന IT ആക്ടിലെ സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? സെക്ഷൻ 66E ആണ്. ഓക്കെ, സെക്ഷൻ 66E ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 51 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ നമ്മളിപ്പോ ചെയ്തത്.
അപ്പൊ അത് ചെയ്തതിൽ നിന്ന് നമുക്ക് കൂടുതലും കറണ്ട് അഫയേഴ്സിന്റെ പാർട്ടായിരുന്നു. പിന്നെ 1-2 ക്വസ്റ്റ്യൻ നമ്മൾ ആ ഒരു എന്തിലേക്ക് കയറി, IT ആൻഡ് സൈബർ ലോ എന്നുള്ള ഭാഗത്തിലേക്ക് കയറി. അപ്പം ഈ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നൊബേൽ പ്രൈസ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി അതിന്റെ ക്ലാസ് ഈവനിങ് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നൊബേൽ പ്രൈസ് കാണുക, പഠിക്കുക. അപ്പൊ ഞാൻ അന്ന് പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, നൊബേൽ പ്രൈസ് ആർക്ക് കിട്ടി എന്നുള്ള രീതിയിലായിരിക്കില്ല ക്വസ്റ്റ്യൻ, അങ്ങനെ ചോദിക്കാം. അല്ല എങ്കിൽ നമ്മളോട് ഏത് കണ്ടുപിടുത്തമാണെന്ന് ചോദിക്കും. അപ്പൊ ഞാനത് പഠിപ്പിച്ച കൂടെ നിങ്ങളോട് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും വൈദ്യശാസ്ത്രമായാലും അത് ഞാൻ പറഞ്ഞാണ് പോയത്. അത് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, വൃത്തിക്കത് പഠിച്ച് മനസ്സിൽ കയറ്റുക കേട്ടോ. അപ്പൊ ആ രീതിയിൽ പഠിക്കണം. പിന്നെ നമുക്കിവിടെ കറണ്ട് അഫയേഴ്സ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് അതിന്റെ തലേ വർഷം 2021 എക്സാം, 2020 ഫാക്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞു തരാം. അതേ രീതിയിൽ ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഫുൾ മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും, മിസ്സാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ് 7 o'clock ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്